കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിനെ ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എന്റെ 1-2 വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ അതിശക്തമായ ദൈവിക സാന്നിധ്യവും വാഗ്ദത്തങ്ങളും ഒക്കെ നിറയപ്പെട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിന്റെ സ്തോത്രം 12 തൊട്ട് 22 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് അബ്രഹാമിനുള്ള ബന്ധത്തിൽ 13 കൽപ്പനകളെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അബ്രഹാം നൽകിയ 13 കൽപ്പനകൾ എല്ലാം നമുക്ക് വിവരിച്ച് പറയാൻ സമയമില്ലാത്ത പറയുക, അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പുരാണം 12:1 തൊട്ട് 22-17 വരെ വീണ്ടും നോക്കുമ്പോൾ ഹല്ലേലൂയ, ഏകദേശം 33 വാഗ്ദത്തങ്ങൾ അല്ലേ കാണാൻ കഴിയും. അപ്പൊ എന്താണ് സ്തോത്രം? 13 കൽപ്പനകളും 33 വാഗ്ദത്തങ്ങൾ കൊണ്ട് അബ്രഹാമിനെ ദൈവം ശക്തനാക്കി മാറ്റിയ, അബ്രഹാമിന്റെ ജീവിത സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരുത്തിയ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത് ഭാഗങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാൻ കഴിയും. അപ്പൊ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും തുടർന്ന് യോസേഫ് തുടങ്ങി ഈ വാഗ്ദത്തങ്ങൾ ഈ പുതിയ നിയമസഭയ്ക്ക് ഒരു ബാധകമാണ്. ഏതാണ് ഈ വാഗ്ദത്തം? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആദിമ സഭയുടെ ചരിത്രം തൊട്ട് പഠിക്കുമ്പോഴേ ഇന്നേ വരെ നോക്കിയാൽ ഈ വചനം അനേകരുടെ ജീവിതത്തിൽ നിറവേറിയതായിട്ട് ദൈവം തലമുറയായി കുടുംബങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത്, അബ്രഹാമിന്റെ വാഗ്ദത്തം സകലർക്കും പകർന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നും ദൈവത്തിന്റെ വിശുദ്ധിയിലും വേർപാടിൽ നിന്നും ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തിന് ഈ വാഗ്ദത്തങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വാഗ്ദത്തങ്ങൾ അബ്രഹാമിൽ മാത്രം ഒതുങ്ങിപ്പോയതല്ല, ഈ കാലഘട്ടത്തിൽ പുതിയ നിയമസഭയിലായിരിക്കുന്ന സകല ജനത്തിന്, എല്ലാ ദൈവഭക്തന്മാർക്കും ഈ വാഗ്ദത്തം ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പൂർത്തീകരിക്കുന്നതാണ്. ഇത് സാധാരണ രാഷ്ട്രീയക്കാർ പറഞ്ഞതോ മത നേതാക്കന്മാർ പറഞ്ഞതോ സംഘടനകൾ പറഞ്ഞതോ ഒന്നും അല്ല. ഈ വാഗ്ദത്തം യഹോവയായ ദൈവം അബ്രഹാമിന് കൊടുത്തിയ വാഗ്ദത്തങ്ങളാണ് നാം വായിച്ചു കേൾക്കുന്ന വചനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ ശക്തിപ്പെടുത്തുന്നതും വളരെ അനുഗ്രഹിക്കപ്പെടുന്നതും ബലപ്പെടുത്തുന്നതുമാണ്. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഒരിടത്തും പരാജയപ്പെട്ടു പോകത്തില്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ അവൻ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് പൗലോസിനെ കാരാഗ്രഹ പ്രമാണിയോട് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോസ്തലർ 16:31, അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന്. ഞാനത് പറയാൻ കാരണം, ഈ കാലഘട്ടത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസി അഥവാ ഒരു ക്രിസ്തു ഭക്തൻ എന്ന് പറയുന്നത് അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ വിശ്വസിച്ച് ദൈവസേനയിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, ആ വ്യക്തിയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്കൊന്നിനു പുറകെ ഒന്നായിട്ട് ദൈവം തരും. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തകർച്ചയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പം കർത്താവ് തന്റെ വഴികൾ എപ്രകാരമാണെന്ന് നിങ്ങളുടെ ജീവിതത്തേക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ വഴിയിലൂടെ നീ നടക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ, കർത്താവ് നിന്നെ വലങ്കൈ പിടിച്ച് നടത്തുന്നവനാ. അതുകൊണ്ട് കർത്താവ് തന്റെ വഴികൾ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ വഴിയെ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. ദൈവ വഴിയെ യാത്ര ചെയ്യുന്ന ഒരു ഭക്തന്മാരും ഇതുവരെ തളർന്നു പോയിട്ടില്ല, തകർന്നു പോയിട്ടില്ല. അവർ തരിപ്പണമാകാൻ ദൈവം അനുവദിക്കത്തുമില്ല. ഹല്ലേലൂയ.
അപ്പൊ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വായിക്കുമ്പോൾ നമ്മുടെ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വാഗ്ദത്തങ്ങളെ കാണാൻ കഴിയും. ഭൂതകാലത്തിലേക്ക് നമ്മൾ നോക്കാതെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ദൈവം ചെയ്യുന്ന നന്മകളെ നമ്മൾ ചിന്തിക്കണം. മാത്രമല്ല, ഭാവിയ കാലത്തെക്കുറിച്ച് പോലും വേദപുസ്തകമാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോക ജീവിതത്തെ തകർന്ന് തരിപ്പണം ഒരു താളടിയായി മാറാതെ ദൈവത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദത്തങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞ കർത്താവ്, അവനെ അനുഗ്രഹിച്ച പേര് വലുതാക്കുമെന്ന് പറഞ്ഞ കർത്താവ്, നിന്നെയും അനുഗ്രഹിച്ച കർത്താവ് വലിയൊരു ജാതിയായി നിന്റെ പേര് ദൈവം വലുതാക്കും. അത് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണിക്കാനുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. അപ്പം ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്, ഹല്ലേലൂയ, നമുക്കറിയാം, കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നാണ്. കാരണം അബ്രഹാമിന്റെ പിതാവ് ഒരു വിഗ്രഹാരാധിയായിരുന്നു, വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്നവനായിരുന്നു. അബ്രഹാമും ആ കൂട്ടത്തിൽ ചേർന്ന് ആ ജോലിയിൽ ഏർപ്പെട്ടു പോയ ആളാണ്. ആ സമയത്താണ് അബ്രഹാമിന്റെ 75-ാമത്തെ വയസ്സിൽ യഹോവയായ ദൈവം അബ്രഹാമിനെ നേരിട്ട് വിളിക്കുന്നതും ദൈവത്തിന്റെ വാഗ്ദത്തം കൊടുക്കുന്നതും, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ബന്ധുഭവത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത്. ആ വാഗ്ദത്തത്തെ അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. അബ്രഹാം അതിൽ ആശ്രയിച്ചു. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? വാഗ്ദത്തത്തെ അവിശ്വസിക്കാതെ അതിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് താൻ സകലത്തെയും വിട്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിന്നോട് ഒരു വാഗ്ദത്തം പറയുമ്പോൾ നിനക്ക് പിന്നിലുള്ളതെ മുഴുവൻ നീ വിട്ടുകളയാൻ തയ്യാറാകുമ്പോൾ നിനക്ക് മുമ്പിലേക്ക് സ്ഥിരമായ ഒരു യാത്ര, സ്ഥിരതയുള്ള ഒരു യാത്രയെ ദൈവം തരും. ഹല്ലേലൂയ. പിമ്പിലുള്ളതിനെ മറക്കണം. അതുകൊണ്ടാണ് പൗലോസ് പോലും പറഞ്ഞത്, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ വിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധരായി കൂടുന്ന് പറയുന്നത്. അപ്പം പിന്നിലുള്ളതിനെ തള്ളാൻ തയ്യാറായാൽ, പിന്നിലുള്ളതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, പിന്നുള്ളതിനെ മറക്കുവാൻ തയ്യാറായാൽ നമുക്ക് മുമ്പോട്ട് നോക്കി ഓടുവാൻ കഴിയും. പൗലോസ് എല്ലാം ചപ്പന്നും ചവറുന്നു വേണ്ടി അബ്രഹാം ഒരുപക്ഷെ അത് തന്നെ ചെയ്തു നമ്മൾ തിരിച്ചറിയണം. അപ്പം അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം അവനെ വിളിച്ചു, തന്റെ വഴികളെ അബ്രഹാമിനെ അറിയിച്ചു കൊടുത്തു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നുള്ള ആ വലിയ വാഗ്ദത്തമാണ് ഉൽപ്പത്തി പുസ്തകം 12:2 നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പം ദൈവം പറഞ്ഞതിൽ അബ്രഹാമിനൊരു സംശയവുമില്ലായിരുന്നു. ദൈവം പറഞ്ഞ വാക്കിനകത്ത് അബ്രഹാമിനൊരു സംശയമില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ, ദൈവം ഒരു ആലോചന പറഞ്ഞാൽ, ഒരു ദൂത് പറഞ്ഞാൽ അതൊരു പല ദൈവദാസന്മാരെ അന്നാരെ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കും, ഈ പാസ് എന്നെ പറഞ്ഞു, ആ പാസ് അങ്ങനെ പറഞ്ഞു, ശരിയാണോ പാസ് എന്ന് ചോദിക്കുക. അവിശ്വാസം പലരുടെ ഉള്ളിൽ വന്നപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാതെ വന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ 99% വിശ്വാസികളും ജീവിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഹല്ലേലൂയ, പ്രവചനത്തിലാണ്. ഹല്ലേലൂയ. അവർക്ക് എന്തിനും പ്രവചനം വേണം. പ്രവാചകൻ ഉണ്ടെങ്കിൽ മാത്രമേ 99% വിശ്വാസികളുള്ളൂ. 99% വിശ്വാസം പ്രവചനത്തിനും പ്രവാചകന്മാർക്കും വേണ്ടിയിട്ടാണ്. എന്നാൽ 1% ജനം എന്ത് ചെയ്യുന്നു? വചനത്തെ അനുസരിക്കുന്നവരാണ്. വചനത്തെ അനുസരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർക്ക് വചനം പ്രവചനമായി അവരുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പാടുകൾ കൊടുക്കും. ഹല്ലേലൂയ. എന്നുകൊണ്ട് പ്രവചനം നിങ്ങൾ മോശമെന്നല്ല ഞാൻ പറഞ്ഞ, പ്രവചനം തുച്ഛീകരിക്കുക, നല്ലത് ശോധന ചെയ്ത് പുറകെ പിടിക്കണമെന്നാണ് 1 തെസ്സലോനിക്കർ 5:24 തൊട്ട് 14 തൊട്ട് താഴോട്ട് വായിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ എല്ലാം നല്ലതാണ്. പക്ഷെ നിങ്ങൾ ആർക്കും ഒരു വ്യക്തിക്ക് നിങ്ങൾ അടിമയായി മാറരുത്. ഹല്ലേലൂയ. ഞാൻ അനുദിനം പ്രാർത്ഥിക്കുന്ന ആളാണ്. എല്ലാവർക്കും വേണ്ടി ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രാർത്ഥനക്കാരനെ വിളിക്കാറുണ്ട്. അവർക്കെല്ലാം കേൾക്കേണ്ടത് പ്രവചനമാണ്. അവരെല്ലാം ചോദിക്കുന്നത് എന്താ കണ്ടത്, എന്താ, അതാണ് എല്ലാവരും ചിന്ത. ഏതാ എന്നാൽ വചനം എത്ര പറഞ്ഞു കൊടുത്താലും അവരുടെ ഹൃദയത്തിൽ കയറത്തില്ല. അവർക്ക് വചനത്തോട് താല്പര്യമില്ല. അല്ലെങ്കിൽ പ്രവചനം കേൾക്കണം. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുന്ന പണ്ട് കാലങ്ങളിലൊക്കെ 10 രൂപ കയ്യിലുണ്ടെങ്കിൽ, അന്ന് 10 കിട്ടത്തില്ല, നിസ്സാര പൈസ കയ്യിലുള്ളൂ. പിന്നെ 10 രൂപ നോട്ടൊക്കെ വന്ന സമയത്തും ഉണ്ട്, അങ്ങനെ കിട്ടിയ കാലത്തിലുണ്ട്. അങ്ങനെ കിട്ടിയാലും പൈസ കിട്ടും. അന്ന് കൈനോട്ടക്കാരെ, ശാസ്ത്രക്കാരെ, മുഖലക്ഷണക്കാരെ, പക്ഷിശാസ്ത്രക്കാരെ, ഈ കമ്പ്യൂട്ടർ ശാസ്ത്രക്കാരാണ്. അന്ന് എന്ത് കിട്ടുന്ന പൈസ കൊണ്ടുകൊടുത്ത് നമ്മുടെ വാരവരെ നോക്കും. പിന്നെ ഈ എല്ലാ ആഴ്ചയിലും ഈ മാസികളൊക്കെ വരുമ്പോൾ അതിനകത്ത് വാരവരുണ്ട്, പെട്ടെന്ന് നോക്കും. കലണ്ടർ വരുമ്പോൾ അതിനകത്ത് പോയി നോക്കും, നമ്മുടെ പഞ്ചാംഗമൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയൊരു കാലഘട്ടമുണ്ട്.
അല്ലേരിയ. മനുഷ്യൻ അങ്ങനെ അഡിക്റ്റാ പലതിലും, അല്ലേരിയ. ഇന്നും മനുഷ്യൻ അങ്ങനെ അഡിക്റ്റാ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവം, അബ്രഹാമിന് 13 കൽപ്പനകളും അല്ലെങ്കിൽ 33 വാഗ്ദത്തങ്ങൾ കൊടുത്ത് അബ്രഹാമിന്റെ തലമുറയെ അനുഗ്രഹിച്ച ദൈവം, നീയും ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്ത് ഉറച്ചു വിശ്വസിക്കുന്ന സഹോദരനാണെങ്കിൽ സഹോദരിയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ലോകത്തിന് മുമ്പ് നീ ആലോചന ചോദിക്കാൻ പോകണ്ട. ദൈവം നിനക്ക് തരുന്ന ആലോചന നീ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വലിയ രൂപാന്തരത്തെ തരും. അല്ലേരിയ. നിന്റെ സ്ഥിതികളെ ദൈവം മാറ്റും, നിന്റെ അടിസ്ഥാനത്തെ ദൈവം മാറ്റും. അല്ലേരിയ. സാഹചര്യങ്ങൾക്ക് ദൈവം മാറ്റം തരും. നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളെ മാറ്റി, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റി, ചെങ്കടലിൽ വഴി തുറന്ന് തന്ന ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി വഴി തുറക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കഷ്ടപ്പാട് മാറ്റുവാൻ, നിന്റെ സങ്കടം മാറ്റുവാൻ, നിന്റെ കണ്ണീര് മാറ്റുവാൻ, നിന്റെ ദുഃഖം മാറ്റുവാൻ, നിന്റെ ആവരാധികളും വേവരാധികളും പരാതി പരിഭവങ്ങളെല്ലാം നീക്കിയിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ നിറച്ച് നിന്റെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. അവൻ പറയുകയാണ്, യേശു പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അല്ലേലൂയ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചതിന് പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരുവെന്ന്. അതെ വിശ്വസിക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഭാരപ്പെട്ടി പ്രഭാതത്തിൽ നീ ദൈവത്തിന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ തകർച്ചയുടെ മധ്യം ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ നീ മടങ്ങി വന്ന ദൈവസന്നിധി മുഴങ്ങാനും മടക്കി നെടുമ്പാട് വീഴുന്നെങ്കിൽ, ആ പാതപീഠത്തിൽ വീണ് കിടന്ന് കരയുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, കണ്ണുനീർ തൂക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ഇറങ്ങി വന്നതിനോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അപ്പൊ ദൈവം എന്താണ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളെ നമ്മൾ അറിയണം. അപ്പൊ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നുള്ള വാഗ്ദത്തം നൽകി ദൈവം പറഞ്ഞതിൽ അബ്രഹാമിന് ഒരു സംശയവുമില്ലായിരുന്നു. ദൈവത്തിന്റെ വാക്കുകളൊക്കെ അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അറിയപ്പെടാതിരുന്ന ദേശത്തേക്ക് പുറപ്പെടുകയാണ്. അബ്രഹാമിന് വാഗ്ദത്ത കാനാനിനെ കുറിച്ച് ഒരറിവുമില്ല. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞ ആ ദേശത്തെക്കുറിച്ച് ഒരറിവുമില്ല. നമുക്ക് ആ ദേശത്തെക്കുറിച്ച് ഒരു ലക്ഷ്യവുമില്ല. ദൈവം നമ്മെ മാനിക്കും. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു സാക്ഷ്യം പറയാം. ഹല്ലേലൂയ. ഞാൻ 2006 ഹല്ലേലൂയ സ്തോത്രം വരുമ്പോൾ പെരിയ ബൈബിൾ സെമിനാറിലെ പഠനം പൂർത്തീകരിച്ച് 2007 ജനുവരി ഞങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഗുരുവായൂർക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് അബ്രഹാമിനോട് പറഞ്ഞ പോലെ ദൈവം എനിക്ക് ഈ ദേശത്തെക്കുറിച്ച് ഒരു നിയോഗം തന്നപ്പോൾ എനിക്ക് പരിചയമില്ല, എനിക്ക് സുപരിചിതനായ ആരുമില്ല, എൻ്റെ ബന്ധങ്ങളോ സ്വന്തങ്ങളോ ആരുമില്ല. ഞാൻ അറിയാത്തൊരു ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. ഞാനും എൻ്റെ വൈഫും കുട്ടിയും കൂടെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ 19 വർഷം ദൈവം ഞങ്ങളെ പൂറ്റിയില്ലേ? പൂറ്റിയെന്നേ. ദൈവം പൂറ്റും. ഹല്ലേലൂയ. ദൈവം നടത്തുന്ന ശക്തമാണ്. അബ്രഹാമിന് ആ ദേശത്ത് വാഗ്ദത്ത കാനാനെ കുറിച്ച് ഒരു അറിവുമില്ലെങ്കിലും അബ്രഹാം വിശ്വാസത്തെ യാത്ര ചെയ്തതുപോലെ ഞാനും വിശ്വാസത്തെ യാത്ര ചെയ്തു. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്തങ്ങളൊക്കെ നമുക്കുള്ളതുകൊണ്ട് അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് യാത്ര ചെയ്യുക. നമ്മൾ ഈ കോടീശ്വരനോ കോടിപതിയൊന്നും ആകാനല്ല ആഗ്രഹിക്കുന്നത്. അല്ലെ, അതൊക്കെ ദൈവം ആക്കുക എന്നുള്ളതാണ്. ആകട്ടെ. ചിലരുടെയൊക്കെ ചിന്ത വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ വലിയ കോടീശ്വരനാകണം, കോടിപതിയാകണം, വിദേശത്ത് പോകണം, അമേരിക്ക വലിയ ബൈബിൾ കോളേജ് വേണം, ഓർഫനേജ് തുടങ്ങണം, പിന്നെ ഓൾട്ടേജ് ഹോം തുടങ്ങണം, പിന്നെ വലിയ കൺവെൻഷൻ പ്രാസികനാകണം, വലിയ കൃപാവര പ്രാപ്തന്മാരായിത്തീരണം. ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളാണ്. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ആവശ്യമുള്ളത് നമ്മൾ ചിന്തിക്കാവുള്ളൂ. അനധികൃതമായിട്ടൊന്നും ചിന്തിക്കരുത്. നമ്മൾ ദൈവത്തിനെ കാത്തിരിക്കണം. ദൈവത്തിനെ കാത്തിരുന്ന് പറഞ്ഞ കർത്താവ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം, അവിടുത്തെ പ്ലാൻ, അവിടുത്തെ പദ്ധതി എന്താണ്, ഞാൻ ചെയ്യേണ്ടത്, എന്നെക്കുറിച്ച് എന്താണ് അങ്ങയുടെ നിയോഗം എന്ന് നാം ദൈവത്തിനെ നിരപ്പാടി വീണ് കിടന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുന്നെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും കേട്ടോ. അല്ല, നമ്മൾ ചിലതൊക്കെ ചില ആൾക്കാർ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. എന്നോട് ഒരുപാട് പേര് പറയും, പാസ്റ്റർ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. എനിക്കത് സംഭവം അറിയത്തുമില്ല. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ മതി, എന്തോ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാനായി പറയുന്നത്. ചിലരൊക്കെ പറയും കേട്ടോ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ പക്ഷെ അത് ചെയ്യാറില്ല. എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, അറിവില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തന്നാലും ഞാൻ സ്വീകരിക്കും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ദൈവത്തെ സാധാരണക്കാരനായിരിക്കുന്ന ഒരു വിശ്വാസി, ഒരു സാധാരണ വിശ്വാസി ആ മനുഷ്യന്റെ അറിവനുസരിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ എൻ്റെ അറിവനുസരിച്ച് എന്നെ വിളിച്ച ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
ആ ദൈവം എന്നെ ഇന്ന് വരെ നടത്തിയിട്ടുണ്ട്. അല്ലേലൂയ. അപ്പം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പോരാടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അല്ലേലൂയ. അപ്പം യാക്കോബ് പോരാടി പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചിട്ട് നീ എന്നെ വിടുകയില്ലെന്ന്. യാക്കോബ് രാത്രി മുഴുവൻ നദി കടന്നിട്ട് ഭാര്യയും മക്കളെയും കടത്തിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില പ്രാർത്ഥനകൾ നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം. ചില പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധി വളരെ സൗമ്യതരാത്മാവിൽ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം എല്ലാത്തിനും മറുപടി തരും. അല്ലേലൂയ. അബ്രഹാമിനെ അനുഗ്രഹിച്ച ഒരു ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന്. അപ്പം പിന്നീട് അബ്രഹാമിന്റെ ഭാര്യ സാറ, അല്ലേലൂയ, സാറായിക്കും ഈ കാര്യം വ്യക്തമായി. അല്ലേലൂയ. അബ്രഹാമിന്റെ ഭാര്യ സാറായി കേട്ടോ. സാറായിക്ക് ഈ കാര്യം വ്യക്തമായി. എൻ്റെ ഭർത്താവ്, എൻ്റെ യജമാനയക്കുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് വാഗ്ദത്ത കനാനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബ്രഹാമിന് ആ ദേശത്തെക്കുറിച്ച് അറിവില്ലെങ്കിലും ഞാനും എൻ്റെ ഭർത്താവിനോടൊപ്പം യാത്ര പുറപ്പെടാൻ പോവുകയാണ്. എനിക്കും ആ ദേശത്തെക്കുറിച്ച് അറിവില്ല. എന്നാൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഒന്നിച്ച് വിശ്വാസത്തെ യാത്ര ചെയ്താൽ ഞങ്ങൾക്ക് ആ ദേശം കൈവശമാക്കാൻ കഴിയുമെന്ന് സാറായിയുടെ ഹൃദയത്തിൽ ബോധ്യമാണ്. യഥാർത്ഥത്തിൽ അബ്രഹാം എന്ത് ചെയ്തു? അല്ലേലൂയ, വളരെ പ്രതിസന്ധിയിലാണ്. യഥാർത്ഥത്തിൽ അബ്രഹാം വളരെ പ്രതിസന്ധിയില്ല. കാരണം അബ്രഹാമിന്റെ കുടുംബത്തിലുള്ളവരും ലോത്തും ഉണ്ടാവും. അബ്രഹാമിന്റെ സൗരപുത്രൻ ലോത്തും അവന്റെ ആടുമാട് കന്നുകാലികളും എല്ലാം കൂടെ യാത്ര പുറപ്പെടുമ്പോൾ അബ്രഹാം വലിയ കുഴപ്പത്തിലാണ്. എന്താ? മുമ്പോട്ട് ഉള്ള ദേശത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും അങ്ങ് യാത്ര ചെയ്യുക. എങ്കിലും അബ്രഹാം അവിടെ എന്ത് ചെയ്യുന്നു? താൻ തളരാതെ തന്നോട് പറഞ്ഞത് യഹോവയായി ദൈവമാണെന്നുള്ള തിരിച്ചറിവിലാണ് യാത്ര ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകണം. അല്ലേലൂയ. അബ്രഹാം കർത്താവേ, നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും, അല്ലേലൂയ, എനിക്കതിനെക്കുറിച്ച് ബോധ്യമില്ലെങ്കിലും നീ എനിക്ക് മുമ്പേ നടക്കുന്നത് കൊണ്ട് ഞാൻ നിന്റെ പിന്നാലെ നടന്ന് നീ എന്നോട് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞാനും എൻ്റെ ഭാര്യയും എന്നോട് കൂടെ എൻ്റെ പിതൃഭവനം ഒക്കെ ഉണ്ട്. അല്ലേലൂയ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. അബ്രഹാം വിശ്വസിച്ച് കാണും. അല്ലേലൂയ. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അബ്രഹാമിനെ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആ കുലത്തിൽ ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത ഒരു അതിശക്തമായ വാഗ്ദത്തമാണ് അബ്രഹാമിന് ദൈവം കൊടുത്തത്. അല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മളെ ദൈവത്തിന് യാത്ര ചെയ്യുമ്പോൾ ചില സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അബ്രഹാം അങ്ങനെ യാത്ര ചെയ്തെങ്കിലും ചില സംശയങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നു. അല്ലേലൂയ. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഇന്നും ഉണ്ട് കേട്ടോ. നമ്മളെ ദൈവം എത്ര ശക്തമായി വഴി നടത്തിയാലും, എത്ര ശക്തമായ രീതിയിൽ ദൈവം നമ്മെ മുന്നോട്ട് നടത്തിയാലും ഇടയ്ക്ക് ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. ചില സംശയങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുക. അത് അബ്രഹാം ചോദിച്ചിട്ടുണ്ട്. അബ്രഹാം എന്താണ് ചോദിച്ചു? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, പിന്നെ പിന്നെ യഹോവ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവരോട് കൽപ്പിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചത്? നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം തന്റെ വീട്ടിലെ 318 പേരുമായി പോയി ഹല്ലേലൂയ ലോത്തിനെയും മക്കളെയും വിടിവിച്ചു. ലോത്തിനെയും ലോത്തിന്റെ ആടുമാട് കന്നുകാലികളെ വിടിവിച്ചു കൊണ്ടുവന്ന് ഈ രാജാക്കന്മാരെല്ലാം കൂടെ തനിക്കെതിരെ വരൂ എന്നുള്ള ഭയത്തോടു കൂടി ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭയത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അബ്രഹാമിന് ഈ ഒരു ദർശനം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ ഒരു വാഗ്ദാനമാണ് ദൈവം അബ്രഹാം നൽകിയത്. 4 രാജാക്കന്മാരുടെ സംയുക്ത സൈന്യത്തെ തോൽപ്പിച്ച അബ്രഹാം സ്വാഭാവികമായും അവരിൽ നിന്നുള്ള പ്രത്യാക്രമണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ദർശനത്തിൽ അബ്രഹാമിന്റെ പ്രത്യക്ഷനാകുന്നത്. അല്ലെങ്കിൽ ആക്രമണത്തെ നേരിടേണ്ടി വന്നുള്ള ഭയത്തോടുകൂടി ഇരിക്കുമ്പോൾ ദൈവം ഇടപെടുക. എന്താണ് പറഞ്ഞത്? അതിനുശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യാക്കോബിന്റെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം പലകയും ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്വമായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശുക്കനായി എലിയസ്ര എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകും എന്ന് അബ്രഹാം പറഞ്ഞു. അല്ലെങ്കിൽ അവൻ നിന്റെ അവകാശിയാകില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി.
അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്താ, എന്റെ സമ്പത്തുകളുടെ മുഴുവൻ അവകാശി ഈ ദമ്മേശക്കുകാരനായിരിക്കുന്ന എലിയാസർ എന്റെ ദാസനാകുമല്ലോ, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു സംശയാസ്പദമായ ചോദ്യം വന്നപ്പോഴാണ് അബ്രഹാം അവനെ എല്ലുരിയ ആമേൻ പുറത്തു കൊണ്ടുവന്നിട്ട് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചത്, നിന്റെ സന്തതി ഇങ്ങനെയാണ്. അതേപോലെ ദൈവം അങ്ങനെയാണ്. ആ വാക്തത്വം നമ്മൾ ചിന്തിച്ചു നോക്കി, അബ്രഹാമിന് ദൈവം കൊടുത്ത വാക്തത്വം, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ചിലടത്ത് പറയുന്ന ഭൂമിയിലെ പൊടി പോലെ, ചിലടത്ത് കടൽക്കര മണൽത്തരി പോലെ എന്ന് അബ്രഹാമിന് കൊടുത്ത വാക്തത്വം ഇന്ന് നിറവേറിയില്ലേ? അബ്രഹാമിന്റെ സന്തതിയെ കൊണ്ട് ലോകം നിറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതിയെ കൊണ്ട് ലോകം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു കൂട്ടം ആളുകൾക്ക് അത് കണ്ടിട്ട് അവിടെ ദഹിക്കുന്നില്ല. അവരാണ് അബ്രഹാമിന്റെ സന്തതിയെ, വാക്തത്വത്തിന്റെ മക്കളെ, വാക്തത്വ സന്തതികളെ തകർക്കുവാൻ വാളും വടിയും തോക്കുമായി നടക്കുന്നത് അവരാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതിയെ തകർക്കാൻ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കേട്ടോ. അബ്രഹാമിന്റെ വാക്തത്വം ഈ തലമുറയിലും ദൈവമക്കൾ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തെ ഭൂമി ഉന്മൂലനാശം ചെയ്യുവാൻ ഒരു തീവ്രവാദിക്കും, ഒരു വർഗീയവാദിക്കും, ഒരു ഭീകരവാദികൾക്കും ഒരു ശക്തിക്കും കഴിയില്ലെന്നേ. ഇത് ദൈവത്തിന്റെ വാക്തത്വമാണ്. കാരണം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അബ്രഹാമിന്റെ സന്തതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഭൂമിയിലെ പൊടി പോലെ, കടൽക്കരയിൽ മണൽത്തരി പോലെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകലരെയും ദൈവം വിളിച്ച് ദൈവത്തിന്റെ വാക്തത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുക. നിങ്ങൾക്ക് തടയാൻ പറ്റുമോ? നിങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ വിഷയം. നിങ്ങൾ തടയുന്നത് എങ്ങനെ? കൊന്നൊടുക്കാൻ നോക്കുക. കൊന്നൊടുക്കിയൊന്നും തീരത്തില്ലെന്നേ. 10 പേരെ കൊന്ന 20 പേര് വിശ്വാസത്തിലേക്ക് വരും. അതാണ് വിഷയം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വാക്തത്വങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ 1 Thessalonians 5:24 വായിച്ചില്ലേ? വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ, അവനാകും നിവർത്തിക്കുമെന്ന്. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്നോട് ദൈവം ഒരു വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ ആ വാക്തത്വം നിവർത്തിക്കും. ഹല്ലേലൂയ. നിനക്ക് സമ്പത്തില്ലാതെ, നിനക്ക് കാമേലിയ വീടില്ലാതെ, നിനക്ക് തലമുറയില്ലാതെ, നിനക്ക് ജോലിയില്ലാതെ, സാമ്പത്തിക ഉയർച്ചയില്ലാതെ നീ കഷ്ടപ്പെടുകയാണോ? സ്വന്തമായി ഭവനമില്ലാതെ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ, ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വിവിധ തലങ്ങളിൽ നീ കഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്നോട് പറഞ്ഞ വാക്തത്വം നിറവേറും. അബ്രഹാമിൽ വാക്തത്വം നിറവേറിയ ദൈവം ഇന്ന് പകൽ നിന്റെ വാക്തത്വം നിറവേറാൻ ആഗ്രഹിക്കുക. അവർ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ച നിലവിളിയുടെ മറുപടി ഉണ്ടല്ലോ, ദൈവം ഈ നാളുകളിൽ നിനക്ക് തരാൻ പോകുക. അത് നിന്നെയും നിന്റെ കുടുംബവും അനുഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തളരാതെ നിൽക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയപ്പെട്ടുകൊണ്ട് ദൈവവചനത്തിനെ അടിസ്ഥാനമാക്കി ജീവിക്കണം. വചനത്തെ അടിസ്ഥാനമാക്കി. ഹല്ലേലൂയ. നിങ്ങൾ വിടേണ്ടതിന് എല്ലാം വിടണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ മേൽ നിവർത്തിക്കുകയുള്ളൂ എന്ന് കൂടെ നിങ്ങൾ തിരിച്ചറിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അബ്രഹാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വാഗ്ദത്തം ചെയ്ത സന്തതി ദൈവം കൊടുക്കും. അബ്രഹാം വിശ്വസിച്ചാലും സാറ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവമാണ് വാഗ്ദത്തം ചെയ്തത്. ആ ചെയ്ത വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. ഹല്ലേലൂയ. സാറ പ്രസവിക്കുവാനുള്ള വയസ്സ് കടന്നുപോയി. ഹല്ലേലൂയ. അബ്രഹാമിന്റെ പ്രായവും കടന്നുപോയി. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന് 99 വയസ്സായി. സാറയ്ക്ക് ഈ സമയത്ത് 89 വയസ്സായി. രണ്ടുപേരും 10 വയസ്സിന് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ 99കാരന് 89കാരി രണ്ടുപേർക്കും പുത്രോത്പാദനത്തിനുള്ള ശേഷി നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എങ്കിലും ദൈവം പറയുകയാണ്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും. ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ വാഗ്ദത്തത്തെ എന്തിനാണ് നമ്മൾ അവിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവം ചില കാര്യങ്ങൾക്ക് ഉടനടി മറുപടി തരും. ചില കാര്യങ്ങൾക്ക് ചില ദീർഘകാലങ്ങൾ എടുത്തു വരും. അപ്പൊ 75 വയസ്സിലാണ് അബ്രഹാം വാഗ്ദത്തം കേൾക്കുന്നതെങ്കിലും 99 വയസ്സ് വരെ ആയിട്ടും വാഗ്ദത്തം പൂർത്തീകരിച്ചില്ല എന്നോർത്ത് നീ അബ്രഹാമിന്റെ ഉള്ളിൽ ചില സംശയങ്ങൾ കടന്നു വന്നെങ്കിലും വീണ്ടും അബ്രഹാം ദൈവത്തിന് വിശ്വനീതിയായി ദൈവം കണക്കിട്ടുവെന്ന് നമ്മൾ റോമലേഖനം 4 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം.
ദൈവശബ്ദം കേൾക്കണം. അവന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നീ ദൈവസേനയിൽ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ, ദൈവസേനയിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവിനോട് ചോദിക്കും, കർത്താവ് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ്, എന്നെ കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്താണ്, പ്ലാൻ എന്താണെന്ന് നീ ദൈവസേനയിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവാത്മാവിനോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്തെ ഈ ഉപവാസം പ്രാർത്ഥനയൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ കാലത്തെ ഉപവാസം എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഉപവസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഞാനിപ്പം പറഞ്ഞ നിങ്ങൾക്കൊക്കെ ഹല്ലേലൂയ എങ്ങനെ എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നു. ഇന്നത്തെ നിങ്ങളുടെ ഉപവാസം നിങ്ങൾ തീരുമാനിച്ചു വയ്ക്കുക എന്താണ്. ഇന്നത്തെ ഉപവാസം ഒന്നും ഉപവാസമല്ല പ്രിയരെ. ഇന്നത്തെ ഉപവാസം പറഞ്ഞാൽ ദൈവത്തെ കബളിപ്പിക്കുന്ന ഉപവാസം, കാപട്യങ്ങളാണ്. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല, ഇപ്പം 50 നോയമ്പൊക്കെ തുടങ്ങിയിരിക്കുക. കഴിഞ്ഞ ദിവസം എന്നോട് സഹോദരി പറഞ്ഞു, ഈ 50 നോയമ്പ് അവസ്ഥ ഞാനും മക്കളുമൊക്കെ 50 നോയമ്പ് എടുക്കുക. പക്ഷേ മക്കളൊക്കെ ഇറച്ചി മീനുമൊക്കെ എപ്പോഴും കൂട്ടി ആഹാരം കഴിക്കുന്നുണ്ട്. അവർക്ക് ഇറച്ചി മീനും ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു എൻ്റെ മക്കളോട്. എന്താ പറഞ്ഞത്? നമുക്ക് ചിക്കൻ അങ്ങ് ഒഴിവാക്കാം, മീൻ കൂട്ടിക്കോ. ചിക്കൻ ഒഴിവാക്കാം, മീൻ. അപ്പം ഇതൊന്നും കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ചിക്കൻ ഒഴിവാക്കി മീൻ കൂട്ടിക്കോ, അല്ലെങ്കിൽ മീൻ ഒഴിവാക്കി ചിക്കൻ കൂട്ടിക്കോ, അല്ലെങ്കിൽ മുട്ട ഒഴിവാക്കി. അങ്ങനെ കർത്താവ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ കർത്താവിന് വേണ്ടി കർത്താവിന് എന്നപോലെ ചെയ്യണം. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ അനവധി ഉപവാസങ്ങളെ കുറിച്ച് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോഴും ഹല്ലേലൂയ നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ 40 ദിവസത്തെ ഉപവാസത്തെക്കുറിച്ചും അപ്പോസ്തലരുടെ 9 വരും പൗലോസിന്റെ ഉപവാസത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് നന്നായിട്ട് അവിടെ വായിച്ച് കാണാൻ കഴിയും. അങ്ങനെ ഉപവാസം എന്താണെന്നറിയണം. യെശയ്യാ പ്രവാചകന്റെ 58 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഇന്നത്തെ ഉപവാസം എന്ന് പറഞ്ഞ മനുഷ്യൻ അല്ല അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപവസിക്കുക. കാരണം ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ദൈവഹിതത്തിന് ഏൽപ്പിച്ച് നിങ്ങൾ ഉപവസിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അബ്രഹാമിന് ദൈവത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് അറിയില്ലെങ്കിലും അല്ലെങ്കിൽ ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ച് ലക്ഷ്യമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്ക് ദൈവത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിലും നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസറല്ലേ. അത് ദൈവം നിന്റെ ജീവിതം നിറവേറുക തന്നെ ചെയ്യും. ഇവിടെ ദൈവത്തിന് വചനം ചില സമയങ്ങളിൽ ദൈവം ഇപ്രകാരമുള്ള ചില വഴികൾ നമ്മുടെ ജീവിതത്തിൽ തരും. അല്ലെ, എപ്രകാരമുള്ള വഴികൾ അബ്രഹാം നടത്തിയതുപോലെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലത്തിന് ചില പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 430 വർഷത്തോളം പ്രവാസത്തിലായിരുന്ന അടിമകളായിരുന്ന മിസ്രൈമിന്റെ ഇരുമ്പുലിയിൽ കിടന്ന് കഠിനാധ്വാനം ചെയ്ത് ഇഷ്ടക ചുട്ട് കുടുംബജീവിതം നയിച്ച് ഉറ്റവരും ഉടയരും ഒക്കെ ഫറവോന്റെ സൈന്യത്തിന്റെ വാളാൻ വീഴുന്നത് കണ്ട് അവർ രാവും പകലും അത് കഠിന വേല ചെയ്ത് കഠിന വേല മുഖാന്തരം അവർ ദൈവത്തോട് നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. ആ നിലവിളി അവർ കണ്ണുനീര് ദൈവം കണ്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം മിസ്രൈമിൽ അല്ലെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന ഹല്ലേലൂയ മോശയെ തന്റെ 40-ാമത്തെ വയസ്സിൽ അവിടുന്ന് ഫറവോന്റെ കൊട്ടാരത്തിൽ മിസ്രൈമിൽ നിന്ന് ചാടിച്ച് ഹല്ലേലൂയ മരുഭൂമി 40 വർഷം ആട്ടുകളെ മേയിച്ച് ഹോരേബിൽ വെച്ചൊരു ദർശനം കൊടുത്തതിന്റെ 80-ാമത്തെ വയസ്സില് ദൈവം ഈ മോശയെ വീണ്ടും മിസ്രൈമിലേക്ക് അയച്ചു. അങ്ങനെ മിസ്രൈമിലേക്ക് അവിടെ പ്രവാസത്തിലെ അടിമകളായി ഇസ്രായേലിനെ വിടുവിച്ച് മോശെ അവരെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിന് മുമ്പ് വലിയ ചെങ്കടല്, ഹല്ലേലൂയ, വലിയ ചെങ്കടല്, ഹല്ലേലൂയ. ആ ചെങ്കടലിനെ കണ്ടു കഴിഞ്ഞ് ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടു പോയി. ഇത് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അബ്രഹാമിനോട് നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 തൊട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 10-ാം വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-10 വരുമ്പോൾ ദേശത്ത് ക്ഷാമം ഉണ്ടായെന്ന് കാണുന്നുണ്ട്. അപ്പം ചില പ്രതിസന്ധികൾ വരും. ഇതുപോലെ തന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തിനും അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മോശയുടെ വാക്ക് കേട്ട് അവർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് മുമ്പ് വലിയൊരു ചെങ്കടല്. ദൈവം നമ്മളെ അങ്ങനെയൊക്കെ ചെറിയ വഴിയിലൂടെ കടത്തി വിടും. ചില ശോധനകളൊക്കെ ദൈവം തരുന്നത് ചില നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിനത്തെ ചെങ്കടൽ ഒരു വിഷയമായി. അവർ പിന്നോട്ട് നോക്കിയപ്പോൾ 600ഓളം ഇരുമ്പ് രഥങ്ങൾ വലിയ ശബ്ദനാദത്തോടുകൂടി 600 ഇരുമ്പ് രഥങ്ങൾ വലിച്ചുകൊണ്ട് കുതിരക്കുളമ്പടി നാദങ്ങളും ഫറവോനും സൈന്യവും എല്ലാം ആരമാരത്തോടുകൂടി ഇസ്രായേലത്തെ പിന്തുടരുന്നതാണ്. അവർക്ക് മുമ്പോട്ട് പോകാൻ വഴികളില്ല. ചെങ്കടൽ തടസ്സമായി നിൽക്കുകയാണ്.
ഹല്ലേലൂയ. ഈ സമയത്ത് ഇസ്രായേൽ മക്കൾ നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം എന്തു പറഞ്ഞു മോശയോട്? അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിസ്രയീമിന്റെ മേലും അവരുടെ രഥങ്ങളിൽ മേലും കുതിരപ്പടകളുടെ മേലും ആമേ മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ നീ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കൽപ്പിച്ച് കടലിന്മേൽ കൈനീട്ടി. ആമെ പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നുവെന്ന് നമ്മൾ ഈ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 26 വരെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന് മുകളിലോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ മോശയോട് ദൈവം നിന്റെ കൈക്കുന്ന വടിയെടുത്ത് നീട്ട്. ആ വടിയെടുത്ത് നീട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് കടലിനെ നീട്ടി ഒരെണ്ണം ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. ആ കിഴക്കൻ കാറ്റ് അടിച്ചതുകൊണ്ട് ഇത് വെള്ളം രണ്ടായിട്ട് വേർപിരിഞ്ഞുവെന്ന് നമ്മെ പുറപ്പാട് പുസ്തകം 14:21 തൊട്ട് വായിക്കും കാണാനുണ്ട്. വെള്ളം ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നെന്നാണ്. അല്ലേ? അപ്പം ചില ശോധനയുടെ ദൈവം കടത്തി വിട്ടാലും നമുക്കത് പ്രയാസമായി തോന്നിയാലും അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ദൈവമുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിക്കളയുന്നുണ്ടെങ്കിൽ, ചില പ്രശ്നങ്ങൾ നിനക്ക് തരണം ചെയ്യാൻ കഴിയാതെ നീ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ചെങ്കടലിനെ വിഭാഗിച്ചവൻ നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രതിസന്ധികളെ മാറ്റിത്തരും. വിശ്വസിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കാലങ്ങളായിട്ട് ജോലി അന്വേഷിച്ച് വിദേശ രാജ്യത്ത് കടന്നുപോയി വേണ്ടതുപോലെ ഉയരുവാൻ കഴിയാതെ അവിടുത്തെ വലിയ പാസ് എടുത്ത് പുറത്തിറങ്ങി നടക്കാനോ ജോലി അന്വേഷിച്ച് പോകാനോ കഴിയാതെ ഭാരപ്പെടുന്ന, വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞവർ, വേണ്ടത്ര നിലയിൽ വേണ്ടത്ര സാഹചര്യമില്ലാതെ ഭാരപ്പെടുന്നതിന്റെ ജീവിതത്തിൽ ചെങ്കടൽ പോലെ ചില വിഷയങ്ങളെ നീ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നീ ദൈവത്തിന് ഉറച്ചു നിന്ന് പ്രാർത്ഥിക്ക്. അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം ഉണ്ടല്ലോ, ദൈവം നിന്റെ ജീവിതത്തിൽ നൽകി. എന്താണ്? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. വലിയൊരു നീ ഒരു നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കുന്ന ഒരു അനുഗ്രഹമായി തീരുമെന്ന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ ദൈവം നിറവേറാൻ പോവുകയാണ്. വിശ്വാസം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് നിന്റെ എല്ലാ അല്ലലുകളും മാറും. നിന്റെ എല്ലാ വീഴ്ചകളും മാറ്റി ദൈവം നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്താണ്? ദൈവം ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള പാതകൾ കൂടി നമ്മെ നടത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി ദൈവം അതിനുവേണ്ടി പുതുവഴിയും തുറക്കും. അപ്പൊ ഈ വഴി ഇനി തുറക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾ പോകുന്ന പാത ശാശ്വതമല്ലെന്ന് തോന്നുന്നെങ്കിൽ, ഇനി നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടത്തില്ല, ഒരു നന്മ കിട്ടത്തില്ല എന്ന് പറയുന്നെങ്കിൽ, അത് നിന്റെ കാതുകളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നീ അതോർത്ത് ഭാരപ്പെട്ടു പോകണ്ട. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തിന് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്ത കനാനാണ്. അവരെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനുമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവം നിന്നൊരു വാഗ്ദത്തം ചെയ്തിട്ട് ഒരു ദൂത് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനത്തിനകത്ത് പോയി നിൽക്കുന്നതെങ്കിൽ, ലോക രാജ്യങ്ങൾ എവിടെയെങ്കിലും പോയി നിൽക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടിട്ടാണെങ്കിൽ ആ വാഗ്ദത്തത്തിന് മേൽ നിറവേറും കേട്ടോ. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാ. നിന്നെ വിളിച്ച് വഴിയിൽ കളഞ്ഞിട്ട് പോകുന്നവനല്ല, നിന്നെ അനാഥനായി വിടുന്നവനല്ല. അവൻ പറഞ്ഞ വാഗ്ദത്തം നിന്നോട് കൂടെ നടന്ന് നിന്റെ മേൽ നിവർത്തിക്കുന്ന ദൈവം. അക്കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് കടക്കെണിയാൽ കടന്നു പോകുന്ന, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന, ജപ്തി നടപടി നേരിടുന്ന, രോഗത്താൽ പാടുപെടുന്ന, ശാപത്തിന്റെ കെട്ടുകൾ, വിവിധ ബന്ധനങ്ങൾ, ദുർഭൂതത്തിന്റെ കെട്ടുകൾ, കുടുംബത്തെ ഉയർത്തുവാൻ കഴിയാതെ കുടുംബത്തെ തകർക്കുന്ന 4 വശത്ത് നിനക്ക് വിരുന്നിൽ കൊടുക്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങളെ നീക്കിത്തരുവാൻ, നിന്റെ ജീവിതത്തിൽ കോളിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവയെ നീക്കി നിന്നെ ശാന്തമാക്കി മാറ്റിയെടുക്കുവാൻ, നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേര് വലുതാക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിശ്വാസം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ പ്രമാദത്തിന്റെ ജീവിതത്തിലെ ചില കഷ്ടതകളെ ദൈവം മാറ്റാൻ പോകുകയാണ്. ചില ദുഃഖങ്ങളെ മാറ്റാൻ പോകുക, നിന്റെ ഞെരുക്കങ്ങളെ ദൈവം മാറ്റാൻ പോകുകയാണ്. എന്റെ നീതിയായി ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയത് 4-ാം സംഗീതം 1-ാം വാക്യം വായിക്കുന്ന പോലെ, അത് നീ ദൈവസനെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് നിന്റെ ഞെരുക്കത്തിന്റെ ഒരു വിശാലത നിനക്ക് തരും. ഹല്ലേലൂയ. ദൈവത്തിന് വചനത്തിന് മാറ്റമില്ല കേട്ടോ. ദൈവ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളെ ആ ചെങ്കടലിന്റെ അരികിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ദൈവം കൈവിട്ട് കളയുകയല്ല ചെയ്തത്. അവരെ കൈവിട്ട് കളയില്ല. ചെങ്കടലിന്റെ മധ്യ വെച്ച് ദൈവം ചില പാഠങ്ങൾ പഠിപ്പിക്കും.
ചില പാഠങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാ. ആമീൻ. അവർ അല്ലയോ പിന്നാലെ ഫറവോന് സൈന്യങ്ങളും വലിയ ആരവാരത്തോടു കൂടി വരികയാണ്. സമയം തക്കത്തിൽ ഇസ്രായേലിற்கு വേണ്ടി ചെങ്കടലെ രണ്ടായി ഭാഗിച്ച് ദൈവം കൊടുത്ത് ഇസ്രായേൽ മക്കൾ മറുകര കടന്നു കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീ കടലിൽ വീണ്ടും നീട്ടാൻ പറഞ്ഞപ്പോൾ മോശ വടിയെടുത്ത് കടലിൽ നീട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾക്ക് മറുകര അടക്കാൻ മതിലായി നിന്ന് ആ നദിയിൽ ചെങ്കടൽ വീണ്ടും അത് പഴയതുപോലായി. ചെങ്കടല നടുവിലേക്ക് ഇറങ്ങി വന്ന ഫറവോന് സൈന്യം എന്ത് ചെയ്തു? ചെങ്കടലിന്റെ അടിയിൽ താണുപോയി, പെട്ടുപോയി. ഇന്നുവരെ ഒരൊറ്റ അംശം പോലും കണ്ടെടുത്തിട്ടില്ല. അതെ, ദൈവം നിനക്ക് നേരെ വരുന്ന ശത്രുവിനെ മുക്കിയാൽ പിന്നെ അവൻ തല ഉയർത്തത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ നന്മയെ തടയുവാൻ, നിന്റെ കുടുംബത്തെ തടയുവാൻ, നിന്റെ മക്കളുടെ ഭാവിയെ തടയുവാൻ, നിന്റെ ജോലിയെ തടയുവാൻ, നിന്റെ ആരോഗ്യത്തെ തടയുവാൻ, നിന്നെ ഒരു രോഗിയാക്കി മാറ്റുവാൻ സാത്താൻ കൊണ്ടുവരുന്ന അനവധി പദ്ധതികളുണ്ട്. അവയെ മാറ്റിയിട്ട് ദൈവം നിനക്ക് വേണ്ടി ചില പുതുവഴികളെ തുറക്കാൻ പോകുക. നിനക്ക് നേരെ നിൽക്കുന്ന ശത്രുവിനെ ചെങ്കടലിൽ മുക്കിക്കളയുന്ന മേലോ നിനക്ക് നേരെ ഉയരുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാൽ ഞാൻ ഈ ദൈവത്തെ പറയുമ്പോൾ ചില ജീവിതങ്ങൾക്ക് ചില വിടുതൽ ദൈവം തരുന്നുണ്ടെന്ന് ദൈവാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, നിങ്ങളുടെ പരമപിതാവിൻ്റെ നിങ്ങളെ വിളിച്ച ദൈവത്തിന്റെ സർവശക്തനായ സർവജ്ഞാനിയായ സകലത്തിന്റെ ഉടയനായിരിക്കുന്ന, നിന്റെ വീണ്ടെടുപ്പുകാനായി, നിന്റെ രക്ഷകനായിരിക്കുന്ന, നിന്റെ ഉദ്ധാരകനായിരിക്കുന്ന, നിന്നെ മരണത്തിൽ നീക്കുപോക്ക് നൽകി വിടിവിക്കുന്നവനായിരിക്കുന്ന, കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയവൻ, കരിയും പാണിയാൽ നമുക്ക് വേണ്ടി തറയപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അവസാനത്തുള്ളി രക്തം വരത്തുന്ന നമ്മുടെ പാപത്തിന് ശുദ്ധീകരണം തന്ന നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. അവന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ, അവന് വേണ്ടി നിന്റെ മനസ്സ് വിട്ടുകൊടുക്കുന്നെങ്കിൽ, അവന് വേണ്ടി നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ ഇന്നത്തെ സ്ഥിതികളെ മാറ്റി ദൈവം തരും കേട്ടോ. ഹല്ലേലൂയ. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുകയാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും അവനിൽ ആശ്രയിക്കണം. അബ്രഹാമിനും സഹായിക്കും അവരുടെ വാർദ്ധക്യ കാലത്തിൽ സന്തതിയെ നൽകിയവൻ നിങ്ങൾക്കും വാഗ്ദത്തം നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അബ്രഹാമിന് സാറയ്ക്ക് സന്തതിയെ നൽകിയവൻ നിങ്ങൾക്കും ദൈവം നൽകും. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10 വായിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവ വചനത്തിനകത്ത് നിങ്ങൾ അവിശ്വസിക്കരുത്. മത്തായിയുടെ സുവിശേഷം 19 26 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യവും. നമുക്ക് പലരും അസാധ്യമെന്ന് തോന്നും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സകലവും സാധ്യമാ. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 9:23 വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ആ ചന്ദ്രലോകം പിടിച്ച ആ മകനെ, ഹല്ലേലൂയ, തന്റെ പിതാവ് യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോട് പറഞ്ഞ് സൗഖ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. ആ പിതാവ് പറയാൻ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ യേശു നിന്നാൽ വല്ലതും കഴിയുമില്ല, ദൈവത്തിന് സകലവും കഴിയും. ഹല്ലേലൂയ. എന്ന് നമ്മൾ മർക്കോസ് 9:23 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18 വരുമ്പോഴും അത് തന്നെ കാണാൻ കഴിയും. ലൂക്കോസ് 18 വരുമ്പോൾ 18:27 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അതിനവൻ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തെ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നത് കാരണം എല്ലാം ദൈവത്തിന് സാധ്യമെന്നുള്ളതിനെ കുറിച്ചാണ്. ലൂക്കോസിന് വിശേഷം വലിയൊരു 1-37 വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1-37 വാക്യം, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ എല്ലാം ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല എന്നാണ്. ഞാൻ എന്റെ ചരിത്രഭാഗത്തേക്ക് പോകുന്നില്ല, നമുക്ക് വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്. അപ്പം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല.
അല്ലേ? അബ്രഹാമിന് സാറയ്ക്കും മക്കളെ കൊടുക്കുവാൻ, ചന്ദ്രരോഗം പിടിച്ച ആ കുഞ്ഞിന് ദൈവം സൗഖ്യം കൊടുക്കുവാൻ, അലിയ സക്കറിയാവിന് അലിയ ഒരു മകനെ കൊടുക്കുവാൻ, എലിസബത്തിന് മകനെ കൊടുക്കുവാൻ എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിലെ സകല കഷ്ടതകൾക്ക് ഒരു മാറ്റം തരുവാൻ ദൈവത്തിന് ആമി കഴിയാതിരിക്കുക ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമുക്ക് പലതും അസാധ്യമെന്ന് തോന്നിയാലും ദൈവത്തിനെല്ലാം സാധ്യമാകട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് ലൂക്കോസ് സുവിശേഷം 1:37, മത്തായിയുടെ സുവിശേഷം 19:26, മർക്കോസ് സുവിശേഷം 9:23, ലൂക്കോസ് 18:27 ഒക്കെ നീ വായിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. ഇത് തന്നെ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദൈവം പറഞ്ഞു. ഇയ്യോബിനോടുള്ള ബന്ധത്തിലും ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. യോബ് തന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയുടെ ഞെരുക്കത്തിലൂടെ കടന്നുപോയി അവസാനം 42-ാം അധ്യായത്തിലേക്ക് യോബ് കടന്നു വരുമ്പോൾ, യോബിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 42-ൽ നമ്മൾ വായിക്കാൻ 2-ാം വാക്യത്തിൽ പറയുകയാണ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ യോബിന്റെ ഒക്കെ ജീവിതമൊക്കെ എത്ര പരിതാപകരമായിരുന്നു നമ്മൾ ചിന്തിക്കണം. മക്കള് നഷ്ടപ്പെട്ട്, ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ട്, ദാസന്മാരെല്ലാം നഷ്ടപ്പെട്ട്, വ്രണം പിടിച്ചവനായി മരണതുല്യമായി ഇരിക്കുക, ഭാര്യയാണെങ്കിൽ തനിക്കെതിരെ നിൽക്കുക. എന്നിട്ടും യോബ് തന്റെ വിശ്വാസം കെടുത്തിക്കളയാതെ, വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്നു. അവസാനം യോബ് പറയുക, നിനക്ക് സകലവും കഴിയുമെന്ന് നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അബ്രഹാമിനെ പോലെ അല്ലെങ്കിൽ യോബ് ദൈവത്തിൽ വിശ്വസിച്ച് 42 യോബിന്റെ 10 വരുമ്പോൾ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യഹോവയുടെ സ്ഥിതിക്ക് ഭേദം വരുത്തി അവന് മുമ്പ് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്ത ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതത്തിനകത്ത് ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ്. അവൻ ചില അനുഗ്രഹത്തിന്റെ ഉറവുകളെ നിനക്ക് തുറക്കാൻ പോവുകയാണ്. മരുഭൂമിയിൽ ഉറവ് തുറന്നവൻ നിന്റെ ജീവിതത്തിൽ മരുഭൂമിക്ക് സമാനമായ വിഷയമാണെങ്കിൽ ദൈവം ചില നീരുറവുകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. നിന്റെ കഷ്ടത മാറാൻ പോകുക, നിന്റെ സങ്കടം മാറാൻ പോവുകയാണ്, നിന്റെ കണ്ണുനീര് മാറാൻ പോവുക, കടക്കിണി മാറാൻ പോവുക, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നീ ആഗ്രഹിച്ച നില ദൈവത്തിനെ ഉയർത്താൻ പോവുകയാണ്. നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും. നീ ഒരു അനുഗ്രഹമായി മാറും. അല്ലെങ്കിൽ നിന്റെ പേര് അവൻ വലുതാക്കും. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വാസം നീ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിന്നെ കൈവിട്ട് കളയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിലേക്ക് പോവാം. അപ്പൊ മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്നാണ് പറയുന്നത്. അതിനെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് പലതും അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നോട് പറയട്ടെ, നീ കണ്ണതിലൂടെ പ്രാർത്ഥിച്ചൊരു വിഷയമുണ്ടല്ലോ സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന യുവതി യുവാവി മാതാവി പിതാവി, നിന്റെ പ്രശ്നത്തിന്റെ നടുവിലേക്ക് യേശു ഇറങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. അവന് ചെങ്കടൊരു പ്രശ്നമല്ല, അവന് യോർദാനൊരു പ്രശ്നമല്ല, എരിഹോ മതിലൊരു പ്രശ്നമല്ല, കായിലെ ജനം ഒരു പ്രശ്നമല്ല, വാഗ്ദത്ത കനാലിൽ പ്രവേശിപ്പാൻ അവിടെയുള്ള 7 ജാതികളുടെ യഹോവയ്ക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് നിന്നെ വിളിച്ച ദൈവത്തിന് ഒന്നും ഒരു പ്രശ്നമല്ല. ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് എല്ലാ തടസ്സങ്ങളെ മാറ്റി നിനക്ക് മുന്നോട്ട് കുതിക്കുവാൻ, മുന്നോട്ട് കുതിച്ചു പായുവാനുള്ള ഒരു അവസരത്തെ ഈ പകൽ ഒരുക്കി തരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ എല്ലാ പ്രശ്നങ്ങളും കർത്താവ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ അവൻ ആഗ്രഹിക്കുക. നിന്റെ രോഗത്തെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ ശാപങ്ങൾ മാറ്റുവാൻ, ബന്ധനങ്ങൾ അഴിയുവാൻ, നിന്റെ കുടുംബത്തോട് പോരടിക്കുന്ന എല്ലാ കെട്ടുകളെ നീ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചവർ, നിന്റെ പരാജയം കാണാൻ ആഗ്രഹിച്ചവർ, നീ ഉയരില്ലെന്ന് പറഞ്ഞവർ, നിന്റെ പാദപതനം കണ്ട് നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്റെ തല ഉയർത്താൻ ആഗ്രഹിക്കുക. ദൈവം നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുക. എന്നെ മാനിക്കുന്നതിന് മാനിക്കുന്ന 1 ശമൂവേൽ പുസ്തകം 2:30 വായിക്കുന്നത്. അതെ, കണ്ണുകളുടെ ചാട്ട് എന്നോടൊപ്പം പറയാമോ കർത്താവേ, എന്നോടൊപ്പം പറയാമോ കർത്താവേ, എന്റെ വിഷയങ്ങൾക്ക്, എന്റെ പ്രതിസന്ധികൾക്ക്, എന്റെ കണ്ണുനീരിന് ഒരു മറുപടി നൽകണം. അബ്രഹാമിനോട് പറഞ്ഞല്ലോ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരുന്നു. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമേ, വാഗ്ദത്തം ഞങ്ങൾക്ക് ഉള്ളതാണല്ലോ. ഇന്ന് പകൽ എന്റെ സകല കഷ്ടതകൾക്കും അങ്ങിറങ്ങി വന്ന് പ്രവർത്തിക്കണമേ. പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും മാറ്റി ഒരു വിശാലത നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് ദൈവം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി സഹോദര സഹോദരി യുവതി യുവാക്കന്മാരോട് പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുകയാണ്.
കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി യുവതനെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുള്ള സകല ജനതയെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ കടന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഉള്ള ആത്മധൈര്യവും കൃപയും കൊടുക്കണമേ. ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെട്ടു പോകുന്ന അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം അബ്രഹാമിന്റെ പേര് വലുതാക്കി അവനെ അനുഗ്രഹമാക്കി മാറ്റി ജനത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരണമേ. പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, ദേശത്തിന്റെ പൂരികൾ, ആഭിചാരം, മന്ത്രവാദ, ദുർമന്ത്ര, ദുർശക്തി, ആത്മീയ ശക്തികളെല്ലാം മാറി ജനം വിടിവിക്കപ്പെടും. കുടുംബ ജീവിതത്തെ തലമുറയ്ക്ക് നേരെ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരത്തിലെ കെട്ടുകൾ മാറട്ടെ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും രാജമ്പരും വൃത്തരവശന യാച ഓർമ്മ ചോളയും തടവറയിലായിരിക്കുന്ന സകല ജനത്തിൽ വിവിധ രാജ്യങ്ങളായിരിക്കും സകല ജനത്തിൽ കർഷകരിൽ കടന്നു പോകുന്ന സങ്കടത്തിൽ കടന്നു ജോലിയില്ലാതെ കടക്കണിയിൽ കടന്നു പോകുന്നവർ, ഭവനമില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, വിവിധമായ പ്രതിസന്ധികൾ കടന്നു പോകുന്ന വിവിധ കേസുകൾ അകപ്പെട്ട് ജീവിതം ഉയരുവാൻ കഴിയാതെ പലരുടെ മുമ്പിൽ തല താഴ്ത്തേണ്ടി വന്ന ജീവിത സാഹചര്യം കടന്നു പോകുന്ന ഏകരെ ഇന്ന് പകരം കർത്താവെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ പുതുവഴി തുറക്കണം കർത്താവെ. രാജ്യരാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള, വേല, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ. സകല ജനത്തിന്മേൽ ദൈവത്തിന് നീതി. കേരളത്തിൽ ലോകരാജ്യമായിരിക്കും എല്ലാ ദൈവമക്കളെ, ദൈവദാസന്മാരുടെ കുടുംബങ്ങൾ സുരക്ഷിതവും കഷ്ടം സഹിക്കുന്ന നൊമ്പരപ്പെടുന്ന തടമുറയിലായിരിക്കുന്ന അനേകരെ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. അബ്രഹാമിന്റെ ഭാഗത്ത് കർത്താവ് നൽകി അവരെ അനുഗ്രഹിക്കണമേ. എല്ലാം പുറത്തു വരട്ടെ കർത്താവ്. ഒരു വിശാലതയിൽ അനുഭവ ദൈവം കൊടുക്കണമേ. സകലത്തിനും നീതി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.